നിന്നെ ഒന്ന് കാണിച്ചുതരാം. ഇന്ന് എന്നെ ശരിപ്പെടുത്തുന്നുണ്ട്. എടാ നീ മോട്ടിക്കാൻ തുടങ്ങിയോ? ഇങ്ങോട്ട് പറയുക. എടാ നീ സാവിത്രി കുഞ്ഞിന്റെ മാല എടുത്തോ? ഗോവിന്ദ, നിന്റെ മകനൊരു കള്ളനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ കയറ്റില്ലായിരുന്നു. ഇവൻ സാവിത്രി കുഞ്ഞിന്റെ മുറി കയറുന്നത് ഞാൻ കണ്ടതാ. എടാ സത്യം പറയടാ, നിന്നെ ആയിരുന്നു കൊല്ലും. എടാ നീ മാല എടുത്തോ? എടാ നിന്നോടാണ് ചോദിച്ചത്. ഗോവിന്ദ, മുതലാളി, ഞാൻ ഇന്ന് വരെ മുതലാളിയുടെ വീട്ടിൽ കാര്യസ്ഥനായി ജോലി നോക്കി. എന്റെ മോനെ മോഷ്ടിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ഇവനല്ലാതെ ആരും ആ മുറിക്കാത്ത കാര്യത്തില്ല മുതലാളി. എന്നാ ഇവനറിയാതെ മാലയും പോയിട്ടില്ല. എടാ മതിയായടാ, പോടാ, എവിടെയെങ്കിലും പോയി തൊലഞ്ഞു പോകും. എന്റെ കണ്ണു മുമ്പിൽ നിന്നെ ഇനി കണ്ടുപോരുത്. പോകാനല്ലേ പറഞ്ഞു? പോടാ. കള്ളനായ ഒരു മകനെ എനിക്ക് ആവശ്യമില്ല. എന്താ മോളെ? എടാ നീ കാരണം ആ കൊച്ചൻ കള്ളനായല്ലോ. ഗോവിന്ദ, എന്നോട് ക്ഷമിക്കൂ ഗോവിന്ദ. മുതലാളി, മാല മോഷ്ടിച്ചത് നിന്റെ മകനല്ല, വേലക്കാരനാണ്. മുതലാളിക്ക് മാല തിരിച്ചു കിട്ടി. പക്ഷേ എനിക്കെന്റെ മകനെ നഷ്ടപ്പെട്ടു മുതലാളി. അവൻ നാട് വിട്ടുപോയി മുതലാളി. അയ്യോ, അങ്ങനെയാണ് ഗോവിന്ദ. അവൻ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. വേണ്ട മുതലാളി, അവൻ പോകട്ടെ. അവൻ ഈ നാട്ടിൽ ജീവിക്കാൻ പാടില്ല. മുതലാളിയെ പോലെ ഹൃദയമില്ലാത്തവർ അവനെ കള്ളനാക്കും. പണക്കാർക്ക് എന്തും ചെയ്യാമല്ലോ. ഗോവിന്ദ, ഞങ്ങൾ പാവങ്ങളാണ് മുതലാളി. അഭിമാനമാണ് ഞങ്ങൾക്ക് ആകെ കൂടിയുള്ള സ്വത്ത്. നിങ്ങളെപ്പോലുള്ളവർക്ക് അതിന്റെ വില അറിയില്ല. ഗോവിന്ദ, സമാധാനപ്പെടും. ഗോവിന്ദനെ മറന്നേക്കണം മുതലാളി. എന്റെ കുഞ്ഞിനെ പിരിഞ്ഞ് ഞാനിനി ഇവിടെ ജീവിക്കില്ല. ഇത്തരം ദ്രോഹം ഇനി ആരോട് ചെയ്യരുത്. ദൈവം പൊറുക്കില്ല. എന്താ ഇത്? എന്നെ വിടൂ, എന്നെ വിടാൻ. എന്തായി കാണിക്കുന്നത്? ഏതാ ചെറുപ്പക്കാരൻ? അറിയില്ല സർ. ഒരു നന്ദി വാക്ക് കേൾക്കാൻ പോലും അവൻ നിന്നില്ലല്ലോ. ഏതായാലും അവൻ മിടുക്കനാണ്.
കോടി പോലും കിട്ടില്ലായിരുന്നു. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. നന്ദി പറയേണ്ടത് എന്നോടല്ല, ദൈവത്തിനോടാ. മോനെ, ഒന്ന് അകത്തോട്ട് ചെല്ലണം അമ്മച്ചി. ബോധമില്ലാതെ അകത്ത് കിടക്കുന്ന പെങ്കൊച്ചിനെ വിളിച്ച് എഴുന്നേപ്പിക്കാൻ നോക്കും. സൽക്കാരമൊക്കെ നമുക്ക് പിന്നാകാം. ശരി മോനെ. അമ്മേ, ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു? മോളെ, നീ കാല് തെറ്റി വീഴുന്ന ഒരു ചെറുപ്പക്കാരൻ കണ്ടു. അയാളുടെ സാമർത്ഥ്യം കൊണ്ടാ ലക്ഷ്മിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇവിടെ കൊണ്ട് എത്തിച്ചതും അയാളാ. ആരാ അമ്മേ അത്? മോള് കിടന്നോ, ഞാൻ വിളിക്കാം. അവൻ പോയല്ലോ മോളെ. പോയോ? എന്തോ തനിക്കെന്താ ഇവിടെ ജോലി? ഇവരൊക്കെ ശരിക്കും പണിയുന്നുണ്ടോന്ന് നോക്കാനായിട്ടാണ് ഞാൻ വന്നത്. താൻ പെണ്ണുങ്ങളെ ഒന്നും ഭരിക്കണ്ട. താൻ നോക്ക്, അവന്മാർ ജോലി ആയിരിക്കണ്ടില്ലേ? അങ്ങോട്ടില്ലേ? ലക്ഷ്മി, നീ കൊക്കയെ വീണെന്ന് കേട്ടല്ലോ. സൂക്ഷിച്ചൊക്കെ മറക്കണ്ടേ? പുതിയ നോക്കി പിടിക്കായിരിക്കും. എത്ര പുതിയത് വന്നാലും സരോജിനി എനിക്ക് ജീവനാ. വേണ്ട വേണ്ട, പരിഭവിക്കാതെ. എന്റെ വീട്ടിൽ ചെന്ന ഭാര്യയ്ക്ക് വിധേയ പരാതിയാ. പിന്നെ ഞാനൊന്ന് വൈകുന്നേരം അങ്ങോട്ട് വരും കേട്ടോ. വർത്താനം പറ, ജോലി ചെയ്യടാ. ഇവിടെ നിർത്ത്. നമസ്കാരം മുതലാളി. നമസ്കാരം. ആണോ കുരുമുളക് എന്ന് പറിക്കുക? അടുത്ത ആഴ്ച. ആ, ഞാൻ നോക്കിക്കോ. എന്താ ലക്ഷ്മി, അമ്മയ്ക്കൊക്കെ സുഖമാണോ? സുഖമാണ് കൊച്ചമ്മ.